അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഖുദ് ബിയദി ഖല്ലത്തി ഹീലത്തി അദ്രിക്നി മുറാദി യാ റസൂലല്ലാഹ്. പ്രിയമുള്ള ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ ക്ലാസ്സിലാണ് നാം ഉള്ളത്. സൂറത്തുൽ ഫാത്തിഹയിലെ 4-ാമത്തെ സൂക്തമായ മാലിക് യൗമിദ്ദീൻ എന്നതിൻ്റെ ചർച്ചയിലാണ് നാം ഉണ്ടായിരുന്നത്. മാലിക് യൗമിദ്ദീൻ എന്നിടത്ത് മലിക് യൗമിദ്ദീൻ എന്നും ഖിറാഅത്തുണ്ട്. മലിക് യൗമിദ്ദീൻ പ്രതിഫല ദിവസത്തിൻ്റെ രാജാവ്. നേരത്തെ നാം പറഞ്ഞു മാലിക് യൗമിദ്ദീൻ എന്നതിൻ്റെ അർത്ഥം പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനായ അല്ലാഹു. മലിക് യൗമിദ്ദീൻ എന്നതിൻ്റെ അർത്ഥം പ്രതിഫല ദിവസത്തിൻ്റെ രാജാവായ അല്ലാഹു. സ്വഹാബത്തിൽ ഏറ്റവും പ്രധാനികൾ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 പേരാണ്. അവരിൽ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അബ്ദുർറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബീ വക്കാസ് റളിയല്ലാഹു അൻഹു, സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു എന്നീ 8 പേർ മാലിക് യൗമിദ്ദീൻ എന്നാണ് പാരായണം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല സ്വഹാബത്തിലെ പ്രമുഖരായ ഉബയ്യ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മുആദ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയ സ്വഹാബിമാരും, അതുപോലെ അഅ്മശ് റഹ്മത്തുള്ളാഹി അലൈഹി, ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി മുതലായ താബീങ്ങളും പ്രസിദ്ധരായ 10 കാര്യങ്ങളിലെ ആസിം എന്നവരും, കസായി എന്നവരും, ഖലഫ് എന്നവരും, യാഖൂബ് എന്നവരും മാലിക് യൗമിദ്ദീൻ എന്നാണ് ഓതിരിക്കുന്നത്. അതുപോലെ സ്വഹാബത്തിലെ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 8 പേർ കഴിച്ച് ബാക്കിയുള്ള ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു, അതുപോലെ സുബൈർ ബിനു അവ്വാം റളിയല്ലാഹു അൻഹു, അബൂദർദാദ് റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, മിസ്വർ റളിയല്ലാഹു അൻഹു തുടങ്ങിയ നിരവധി സ്വഹാബിമാരും താബീങ്ങളും, അതുപോലെ 10 കാര്യങ്ങളിലെ ബാക്കി 6 പേരും ഓതിയത് മലിക് യൗമിദ്ദീൻ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 1-ാം ഖലീഫയായ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറും 2-ാം ഖലീഫയായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹും അവരിൽ നിന്ന് 2 ഖിറാഅത്തുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മാലിക് യൗമിദ്ദീൻ ആകുമ്പോൾ ഉടമസ്ഥനായ അല്ലാഹു, മലിക് എന്നാകുമ്പോൾ രാജാവായ അല്ലാഹു. അല്ലാഹു രാജാവോ ഉടമസ്ഥനോ ആവട്ടെ, അതിവിടെ പ്രശ്നമാക്കേണ്ട. ഈ ലോകം സൃഷ്ടികളുടെ ഭരണത്തിന് അല്ലാഹു സുബ്ഹാനഹു തആല വിട്ടുകൊടുത്തിട്ടുണ്ട്. ഭരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളും നിയമങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടികൾക്ക് നൽകിയിട്ടുണ്ട്. ലോകം അവസാനിക്കും വരെ അവർക്ക് ഭരിക്കാം. പിന്നീട് പരലോകമായി അവിടെ അല്ലാഹു മാത്രമാണ് ഭരണകർത്താവ്.
മുൻഭരണത്തിൻ്റെ നേട്ടവും കോട്ടവും അല്ലാഹു വിലയിരുത്തും. നന്നായി ഭരിച്ചവർക്ക് രക്ഷയും അഴിമതി നടത്തിയവർക്ക് ശിക്ഷയും അല്ലാഹു സുബ്ഹാനഹു തആല നൽകും. അവിടുന്ന് അങ്ങോട്ട് കാലാകാലം ഭരണം അല്ലാഹുവിന് തന്നെ, അല്ലാഹുവിന് മാത്രമായിരിക്കും ഭരണം. രക്ഷിക്കപ്പെട്ടവർ സ്വർഗത്തിൽ, ശിക്ഷിക്കപ്പെട്ടവർ നരകത്തിലും. ഈ അനശ്വരമായ കാലഘട്ടമാണ് പ്രതിഫല ദിവസം എന്ന് പറയുന്നത്. ഇവിടെ ദുനിയാവിൽ ഭൂമിയും സൂര്യനും മറ്റും പ്രവർത്തിക്കുക കാരണം പകലും രാത്രിയും ദിവസവും മാസവും വ്യത്യസ്തമായി അനുഭവപ്പെടുന്നു. പരലോകത്തിൻ്റെ സംവിധാനം അങ്ങനെയല്ല. അവിടെ രാവോ പകലോ ഇല്ല. പടച്ചവൻ എങ്ങനെയാണോ വിചാരിക്കുന്നത് അങ്ങനെയാണ് അവിടെ ഉണ്ടാകുക. പകലിൻ്റെ പ്രതീതി വേണ്ടപ്പോൾ അങ്ങനെ, രാത്രിയുടെ പ്രതീതി വേണ്ടപ്പോൾ അങ്ങനെ. ഇന്നത്തെ പോലെ ഭൂമിയും സൂര്യനും കറങ്ങിയുള്ള ദിനരാത്രങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ പരലോകത്തില്ല എന്ന് വേണ്ട. ഇക്കാണുന്ന ഭൂമിയോ സൂര്യനോ അവിടെ കാണില്ല. ഭൂമിയും മറ്റു കോണങ്ങളും ഗാലക്സികളുമെല്ലാം തകരുന്നതോടെയാണ് പരലോകം നിലവിൽ വരുന്നത്. ഇഹലോകത്ത് രാജാക്കന്മാരും ഉടമസ്ഥന്മാരുമായി പലരുമുണ്ട്. ഇവരിൽ ദൈവങ്ങളായി രംഗത്ത് വന്നവരും വിശ്വസിക്കപ്പെട്ടവരുമുണ്ട്. പക്ഷേ പരലോകത്ത് ഇവരെല്ലാം മിണ്ടാ പ്രാണികളാണ്. അനുയായികളിൽ നിന്ന് ഇവരും ഇവരിൽ നിന്ന് പിശാചും ഒഴിഞ്ഞു മാറും. അവസാനം അപ്പീലില്ലാത്ത വിധിക്ക് ഇവരെല്ലാം വിധേയരാകും. കാലാകാലം ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ചുരുക്കത്തിൽ അല്ലാഹു ഒഴികെ പ്രത്യക്ഷമോ പരോക്ഷമോ രാജാവോ ഭരണാധികാരിയോ ഉടമസ്ഥനോ അവിടെയില്ല. ഇതാണ് 4-ാം സൂക്തമായ മാലിക് യൗമിദ്ദീൻ എന്നതിൻ്റെ ആശയം. പൗരാണിക യുഗത്തിൽ രാജാവിനാണ് പ്രസക്തി. ഖുർആൻ അവതരിച്ച ഘട്ടത്തിലും മുമ്പും ജനാധിപത്യ ഭരണം പൊതുവെ ലോകത്തില്ല. അന്ന് ലോകത്തെ ഏറ്റവും വലിയ രണ്ട് ശക്തികൾ പേർഷ്യയും റോമുമായിരുന്നു. ഈ സാമ്രാജ്യങ്ങളിലും ഇവയുടെ കീഴിലും രാജഭരണം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർ അവിടെയൊന്നും ഭരണം നിർവഹിച്ചിരുന്നില്ല. ഇന്ന് ലോകത്തിൻ്റെ സ്ഥിതി ഇതല്ല. രാജാക്കന്മാർ കഥാവസ്തുക്കളായി മാറിയിരിക്കുന്നു. പണ്ടൊരു രാജാവുണ്ടായിരുന്നു എന്നാണ് കഥയുടെ തുടക്കം തന്നെ. ഇപ്പോഴില്ലെന്നർത്ഥം. ഇന്ന് ലോകത്തെവിടെയെങ്കിലും രാജാവുണ്ടെങ്കിൽ തന്നെ പഴയ രാജാവിൻ്റെ നിഴൽ മാത്രമാണ്. ആ പ്രതാപമില്ല. ഭരണത്തിൽ ജനപ്രതിനിധികൾക്ക് അർഹമായ പ്രാധാന്യം അവിടെയും ഉണ്ടുതാനും. ചുരുക്കത്തിൽ അല്ലാഹുവെ രാജാവായി മാത്രം കാണുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. മാത്രമല്ല, ഉടമസ്ഥൻ എന്നാൽ 2/3 ഉടമയെന്നല്ല, രാജപദവി അടക്കമുള്ള മുഴുവൻ സ്ഥാനങ്ങളുടെയും ഉടമയെന്നാണ് ഉടമസ്ഥാനം. പൗരാണിക ലോകത്തും ആധുനിക ലോകത്തും അംഗീകൃതമാണ്. രാജാധികാര ഉടമസ്ഥനാണ് അല്ലാഹു. രാജഭരണം കൂടെ ഉള്ള ഉടമസ്ഥനാണ് അല്ലാഹു സുബ്ഹാനഹു തആല എന്ന് ഖുർആനിൽ തന്നെ നമുക്ക് കാണാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുത്തിൽ മുൽക മൻ തശാഅ വതൻസിഉൽ മുൽക മിമ്മൻ തശാഅ വതുഇസ്സു മൻ തശാഅ വതുദില്ലു മൻ തശാഅ ബിയദികൽ ഖൈർ
ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഖുൽ നബിയേ താങ്കൾ പറയുക, അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, രാജാധികാര ഉടമസ്ഥനായ അല്ലാഹുവേ, അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, രാജാധികാര ഉടമസ്ഥനായ അല്ലാഹുവേ, തുഉത്തിൽ മുൽക മൻ തശാ, നീ വിചാരിച്ചവർക്ക് നീ രാജാധികാരം നൽകുന്നു. തുഉത്തിൽ മുൽക, രാജാധികാരം നീ നൽകുന്നു. മൻ തശാ, നീ ഉദ്ദേശിച്ചവർക്ക്. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ വിചാരിച്ചവരിൽ നിന്ന് രാജാധികാരം നീ തിരിച്ചെടുക്കുന്നു. വതുഇസ്സു മൻ തശാ, നീ വിചാരിച്ചവരെ നീ ഉന്നതരാക്കുന്നു, പ്രതാപിയാക്കുന്നു. വതുദില്ലു മൻ തശാ, നീ വിചാരിച്ചവരെ നീ നിന്യനാക്കുന്നു. ബിയദിക്കൽ ഖൈർ, സർവഗുണവും നിന്റെ കയ്യിലാണ്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, തീർച്ചയായും നീ ഏതിന്മേലും ശക്തനുമാണ്, കഴിവുള്ളവനാകുന്നു എന്ന് സൂറത്തു ആലിംറാനിലെ 26-ാമത്തെ സൂക്തത്തിൽ പറയുന്നു. കണ്ടോ? അപ്പൊ രാജാധികാരം അടക്കമുള്ള ഉടമാവകാശമുള്ളവനാണ് അല്ലാഹു എന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞതിൽ പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ എന്നാൽ ആ രാജാധികാരവും കൂടെയുള്ള ഉടമസ്ഥനാണ് എന്ന വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ ആശയങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ പറഞ്ഞ വിജ്ഞാനങ്ങളുടെ സവാബ് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ അർവാഹുകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.